അപ്പോൾ ഇനി സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. അതെ, പരാതി കൊടുത്തു, ഗവൺമെന്റ് അന്വേഷിച്ചോട്ടെ. ആരെങ്കിലും പറഞ്ഞോ പരാതി കൊടുക്കണ്ട? പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി അന്വേഷിച്ച് നടപടി എടുക്കട്ടെ. അതിനെക്കുറിച്ച് ഇപ്പം തീരുമാനിക്കേണ്ട, തുടർ നടപടി. കാരണം MLA രാജിവെക്കാത്ത ചിലരൊക്കെ അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് MLA രാജിയല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഈ കാര്യം തീരുമാനിക്കാനുള്ളൂ. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനമെടുക്കും. അല്ലെങ്കിൽ ഒരു പരാതി ഇല്ലാതിരുന്നപ്പോൾ തന്നെ പാർട്ടി അങ്ങനെ ഒരു നടപടി എടുത്തു. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് തുടർ നടപടികൾ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തുടർ നടപടി വരട്ടെ. ഒറ്റ കാര്യം കൂടി, അല്ല, അത് പാർട്ടി ആലോചിച്ചാണ് തീരുമാനിക്കാൻ. അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. അത് ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. ഞാൻ പറയാം, പാർട്ടിയുടെ പരമാധികാരി KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.